ഹായ് ഹലോ നമസ്കാരം, ഞാൻ സ്പൈ ഏജന്റാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കള്ളന്മാരും ദൈവങ്ങളും. ഈ ദൈവങ്ങൾ എന്നൊക്കെ പറയുന്നതേ മുറ്റു കോമഡിയാണ് കേട്ടോ. അമ്പലത്തിലെ ഭഗവാന്റെ വിഗ്രഹം പോയി. ഇനി ചില സത്യങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ട് ഞാൻ ദൈവവിശ്വാസി അല്ലാതാകുന്നില്ല. ഞാൻ ശരിക്കും ദൈവവിശ്വാസി തന്നെയാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. അല്ല, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. പള്ളിക്കകത്ത് കയറി സാധനങ്ങൾ മോഷ്ടിക്കുന്ന കള്ളനെയും പള്ളിയിലെ കാണിക്ക വഞ്ചി കുത്തി തുറക്കുന്ന കള്ളനെയും എന്തുകൊണ്ട് പടച്ചോൻ കാണുന്നില്ല? എന്തുകൊണ്ട് പടച്ചോൻ അവനെ കൈയോടെ പിടികൂടുന്നില്ല? അയ്യോ, അതിന്റെ ട്രേഡ് സീക്രട്ടാ, ഞാൻ പുറത്തു പറയില്ല. അമ്പലങ്ങളിലെ വിഗ്രഹങ്ങൾ, സ്വർണവാതിലുകൾ, സ്വർണ കൊടിമരങ്ങൾ, ദൈവത്തിന്റെ കഴുത്തിൽ കിടക്കുന്ന സ്വർണങ്ങൾ, കാണിക്ക വഞ്ചികൾ, ഇവയൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് കള്ളം പോകുമ്പോൾ എന്തേ ദേവതകളും ദൈവങ്ങളും മൗനം പാലിക്കുന്നത്? ഞാനൊന്നും മനസ്സൊരുക്കി വിളിച്ച സാക്ഷാൽ ഭഗവാൻ തന്നെ എന്റെ കൂടെ ഇറങ്ങി വരും. എന്താ സംശയം? കർത്താവിന്റെ പൊന്നും കുരിശും കാണിക്ക വഞ്ചി മോഷ്ടിക്കാനെത്തുന്ന കള്ളനെ എന്തുകൊണ്ട് കർത്താവിന് പൂട്ടിട്ടുകൂടാ? അപ്പൊ ദൈവങ്ങളും കള്ളന്മാരും തമ്മിൽ വല്ല അഡ്ജസ്റ്റ്മെന്റും കാണും അല്ലേ? അതോ ഇനി ദൈവങ്ങൾക്ക് കള്ളന്മാരെ പേടിയായതുകൊണ്ടാണോ? ഈ അടുത്ത കാലത്ത് ഒരു കള്ളനോട് ഞാൻ ചോദിച്ചപ്പോ കള്ളൻ പറയുക, നിങ്ങളൊക്കെ അമ്പലങ്ങളിലും പള്ളികളിലും പോയി കാണിക്ക വഞ്ചിയിൽ കാശിട്ടിട്ട് പ്രാർത്ഥിക്കുന്നത് കാര്യസാധ്യത്തിനല്ലേ? അപ്പൊ ദൈവം നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചു തരും. അതുപോലെ തന്നെ ഞങ്ങളും മോഷ്ടിക്കാൻ പോകുമ്പോ ദൈവത്തിന്റെ മുന്നിൽ കാണിക്ക വഞ്ചി കാശിട്ടിട്ടാ ഞങ്ങൾ മോഷ്ടിക്കാൻ പോകുന്നത്. അപ്പൊ ദൈവം ഞങ്ങളുടെ പക്ഷത്തല്ലേ? എന്താ കഥ അല്ലേ? നമസ്കാരം, ഞങ്ങൾ ചതിയംകുളങ്ങര ദേവീക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിക്കാരാ. ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. അസ്സലാമു അലൈക്കും. സ്പൈ ഏജന്റിന് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ദൈവങ്ങൾക്ക് എന്തിനാ പണം? ആ പണം വല്ല പാവങ്ങൾക്കും സഹായിച്ചുകൂടെ? അവരല്ലേ യഥാർത്ഥ ദൈവങ്ങൾ. എല്ലാ ഐഡിയയും ഞാൻ പറഞ്ഞു. ഇനി ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് മതം തലയ്ക്ക് പിടിച്ചവർ എന്റെ മേൽ കുതിര കയറാൻ വരണ്ട. ചിലതൊക്കെ കാണുമ്പോൾ സ്പൈ ഏജന്റ് ഇനി മുതൽ പ്രതികരിക്കും, സംവാദിക്കും. അപ്പൊ ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.